ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഉച്ചക്കത്തെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. എഗ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. പാത്രം നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. എഗ് റൈസിൽ വെളിച്ചെണ്ണയല്ല ചേർത്ത് കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ഇതുപോലെ പൊടിയായി മുറിച്ചത് ഇതിനകത്തേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത ഈ സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ തന്നെ വഴന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. അധികം മസാലപ്പൊടികളൊന്നും തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഒരൽപ്പം എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലെ മസാലക്കൂട്ടും സവാളയും ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മുട്ടയിലേക്ക് ആവശ്യമായ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തവ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. മുട്ട ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി പൊടിയായിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 2-3 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇതുപോലെ മുട്ടയൊന്ന് ചിക്കി എടുക്കുമ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടും മുട്ടയും നല്ലതുപോലെ തന്നെ ഒന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് രണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയും സവാളയും നല്ലതുപോലെ തന്നെ ഒരുമിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ടയുടെ കൂട്ടിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ബസ്മതി അരി ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബസ്മതി അരിയുടെ ചോറ് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചോറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ കൂട്ടും ചോറും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ മുട്ട മസാലയും ചോറും ഒരുപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഒട്ടും തന്നെ സമയമില്ലാത്ത ദിവസങ്ങളിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ എഗ് റൈസിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.